ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-20 അധ്യായങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. മോക്ക് ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയട്ടെ. പ്രത്യക്ഷമായ സംഭവങ്ങൾ മനസ്സിലാക്കുക. ഉപമകളുടെ അർത്ഥം ഉൾക്കൊള്ളുക. പ്രധാന വാക്യങ്ങൾ ഓർക്കുക. ഫരിസേയരും സദുക്കായരും ഉയർത്തിയ ചോദ്യങ്ങളും യേശുവിൻ്റെ ഉത്തരങ്ങളും ശ്രദ്ധിക്കുക. യേശുവിൻ്റെ രാജകീയ പ്രവേശനം ജെറുസലേമിലേക്കുള്ളത്, അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങുക. ബൈബിൾ ശരിക്കും വായിക്കുക. There are 10 questions of 5 marks each. All the best. ബൈബിൾ ക്വിസിന് മുമ്പുള്ള പ്രാർത്ഥന. സ്നേഹനാഥനായ ഈശോയെ, നീയാണ് എല്ലാ ജ്ഞാനത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഉറവിടം. ലൂക്ക 19-20 അധ്യായങ്ങളുടെ ക്വിസ് എഴുതുമ്പോൾ എൻ്റെ മനസ്സിന് വ്യക്തതയും ഹൃദയത്തിന് വിനയവും നൽകണമേ. ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ഈ അറിവ് വിശ്വാസത്തിലും ക്ഷമയിലും സ്ഥിരതയിലും എന്നെ വളർത്തുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവേ, എൻ്റെ ചിന്തകളിൽ പ്രകാശം പകരണമേ. എൻ്റെ ബുദ്ധിയെ ഉണർത്തി ഓർമ്മശക്തിയെ ശക്തിപ്പെടുത്തി ജ്ഞാനത്തോടെ ഉത്തരം എഴുതാൻ എന്നെ സഹായിക്കണമേ. നിൻ്റെ വചനം അറിയാനും അതിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള ആഗ്രഹം എന്നിൽ വർദ്ധിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് എന്ന് യേശു പറയുന്നത് ആരെക്കുറിച്ച്? ഓപ്ഷൻസ്: നിക്കോദേമുസ്, സക്കേവൂസ്, ബർത്തിമിയൂസ്, പത്രോസ്. ഇതാണ് ആദ്യത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം സക്കേവൂസ്. ലൂക്ക 19:9. സക്കേവൂസിനെ കുറിച്ചാണ് ഇങ്ങനെ യേശു പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശം എത്ര സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശം എത്ര സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഓപ്ഷൻസ്: 1, 2, 3, 4. അതിൻ്റെ ഉത്തരം 4. എല്ലാ സുവിശേഷങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജകീയ പ്രവേശം 4 സുവിശേഷങ്ങളിൽ. മൂന്നാമത്തെ ചോദ്യം, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്ക 19:40. ആരുടെ മൗനമാണ് യേശു ഇവിടെ ഉപേക്ഷിക്കുന്നത്? ഓപ്ഷൻസ്: ജനക്കൂട്ടത്തിൻ്റെ, ശിഷ്യന്മാരുടെ, സ്വർഗീയ ഗണങ്ങളുടെ, ശിശുക്കളുടെ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ശിഷ്യന്മാരുടെ. ലൂക്ക 19:30-40 വാക്യങ്ങളാണ്. ശിഷ്യന്മാരുടെ മൗനത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ലൂക്ക 19 രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയ പ്രഭു 10 നാണയം എത്ര ഭൃത്യന്മാരെ ആണ് ഏൽപ്പിച്ചത്? എത്ര ഭൃത്യന്മാരെയാണ് 10 നാണയം ഏൽപ്പിച്ചതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: 2, 3, 10, 12. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, 10 ഭൃത്യന്മാരെയാണ് ഏൽപ്പിച്ചത്. ലൂക്ക 19:13. 10 അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല? ലൂക്ക 19:44. ആരറിഞ്ഞില്ല എന്നുള്ളതാണ് സന്ദർശന ദിനം. ഓപ്ഷൻസ്: പത്രോസ്, യൂദാസ്, ജെറുസലേം, സക്കേവൂസ്. പത്രോസ്, യൂദാസ്, ജെറുസലേം, സക്കേവൂസ്.
അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ജെറുസലേം. ലൂക്ക 19:41-44. ജെറുസലേമാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 6. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ തങ്ങൾക്കെതിരായാണ് യേശു പറഞ്ഞതെന്ന് മനസ്സിലാക്കിയത് ആര്? ഓപ്ഷൻസ്: ഫരിസേയർ, നിയമിക്കരും പ്രധാന പുരോഹിതന്മാരും, ചുങ്കക്കാർ, ശിഷ്യന്മാർ. അതിൻ്റെ ഉത്തരം നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. ലൂക്ക 20:19. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 7. ലൂക്ക 20 പുനരുത്ഥാനം നിഷേധിക്കുന്ന ആരാണ് യേശുവിനെ ചോദ്യവുമായി സമീപിച്ചത്? ഓപ്ഷൻസ്: സദുക്കായർ, ഫരിസേയർ, നിയമജ്ഞർ, പുരോഹിതന്മാർ. പുനരുത്ഥാനം നിഷേധിക്കുന്ന ആരാണ് യേശുവിനെ ചോദ്യവുമായി സമീപിച്ചത്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, സദുക്കായർ. സദുക്കായരാണ് അങ്ങനെ സമീപിച്ചത്. അടുത്ത ചോദ്യം 8. വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നത് ആരെന്നാണ് യേശു 20 പറയുന്നത്? ലൂക്ക 20 പറയുന്നത്. ഓപ്ഷൻസ്: ചുങ്കക്കാർ, ഫരിസേയർ, നിയമജ്ഞർ, സദുക്കായർ. വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നത് ആര്? And the answer is option C, നിയമജ്ഞർ. ലൂക്ക 20:47. നിയമജ്ഞർ. ലൂക്ക 20:47. 9ാമത്തെ ചോദ്യം. തങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഓപ്ഷൻസ്: ഫരിസേയർ, നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ, നിയമജ്ഞർ, മുഖ്യ പുരോഹിതന്മാർ. ആരാണ് തങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന് യേശുവിനോട് ചോദിച്ചത്? ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. ലൂക്ക 20:22. 10ാമത്തെ ചോദ്യം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പഴയ നിയമത്തിൽ എവിടെയാണ് കാണുന്നത്? കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പഴയ നിയമത്തിൽ എവിടെയാണ് കാണുന്നത്? ഓപ്ഷൻസ്: ഏശയ്യ 53:5, സങ്കീർത്തനം 110:1, നിയമാവർത്തനം 6:4, ദാനിയേൽ 7:13. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, സങ്കീർത്തനം 110:1. സങ്കീർത്തനം 110:1. ഇത്രയും ചോദ്യങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. Consider sharing and subscribing to the channel. See you in the next edition. Till then, it's bye. Goodbye from Joseph for JJ Logos 316.